ഇപ്പോൾ രജീഷ് നരകുറ്റി ചേരുന്നുണ്ട് വിശേഷങ്ങളുമായി. രജീഷ്, എങ്ങനെയാണ് ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു കലോത്സവം? എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച ആ ഒരു ആലസ്യത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കലോത്സവം തുടരുന്നത്. എങ്ങനെയാണ് വിശേഷങ്ങൾ? മെഗാ കലോത്സവം പൊടികുറിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ട്രാൻസ്പോർട്ട്, ഈ കലോത്സവത്തിൽ നിന്ന് വിദ്യാർത്ഥികൾക്കൊക്കെ അവർക്ക് വേണ്ട യാത്രാ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ട്രാൻസ്പോർട്ട് കമ്മിറ്റി ഓഫീസിലാണ്. അത് തമ്പാനൂരാണുള്ളത്. അതിന്റെ ജനറൽ കൺവീനർ ഡോക്ടർ റോയ് ഇപ്പോൾ നമ്മൾക്കൊപ്പം ചേരുകയാണ്. എന്തൊക്കെയാണ് ഈ കലോത്സവത്തിന്റെ ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്ന ഒരുക്കങ്ങൾ എന്നൊക്കെയാണ് നമുക്ക് അദ്ദേഹവുമായി ചോദിക്കാം. നമസ്കാരം സാർ. നമസ്കാരം. എന്തൊക്കെയാണ് നമ്മൾ ഈ കലോത്സവത്തിന് വിവിധ ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ട്രാൻസ്പോർട്ട് കമ്മിറ്റി ചെയ്തിരിക്കുന്നത്? ഞങ്ങള് കലോത്സവം 4-ാം തീയതിയാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതെങ്കിലും 3-ാം തീയതി മുതൽ തന്നെ ട്രാൻസ്പോർട്ട് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. അന്ന് രാവിലെ തുടങ്ങിയ പ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. അതിനകത്ത് KSRTCയുടെ വലിയൊരു സഹായം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ നഗരത്തിലെ പ്രധാനപ്പെട്ട സ്കൂളുകളിൽ നിന്നുള്ള ബസ്സുകൾ അതിവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഏതാണ്ട് 75ഓളം ബസ്സുകളാണ് സ്കൂൾ ബസ്സുകളായി ഉള്ളത്. അതുപോലെ ഇലക്ട്രിക് ബസ്സുകൾ 10 എണ്ണവും. ഇത് ഇലക്ട്രിക് ബസ്സുകൾ ഞങ്ങളിപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് വേദികളിൽ നിന്ന് ഫുഡ് സെന്ററിലേക്കും തിരിച്ച ഫുഡ് സെന്ററിൽ നിന്ന് വേദികളിലേക്കുമാണ് ട്രാൻസ്പോർട്ട് ബസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്നാൽ സ്കൂളുകളിൽ നിന്ന് എടുത്തിട്ടുള്ള വാഹനങ്ങൾ, ആ ബസ്സുകളെല്ലാം തന്നെ ഇവിടെ നിന്ന് ഫുഡ് സെന്ററിൽ നിന്ന് വേദിയിൽ നിന്നും ഫുഡ് സെന്ററിൽ നിന്നും അക്കോമഡേഷൻ സെന്ററുകളിലേക്ക് രാവിലെയും വൈകുന്നേരവും അതിന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ മുഴുവൻ സഹകരിക്കുന്നത് ഞങ്ങളോടൊപ്പമുണ്ട്. അവര് വലിയ പ്രവർത്തനമാണ് ഞങ്ങൾക്ക് ഈ കലോത്സവത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കാഴ്ചവെച്ചു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പം ഓരോ സ്റ്റേജിൽ നിന്നും എങ്ങനെയാണ് ആൾക്കാരെ കൃത്യമായി ഇവിടേക്ക് എത്തിക്കാൻ കഴിയുന്നത് ഭക്ഷണശാലയിലും? അത് ഞങ്ങൾ റൂട്ട് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 7 റൂട്ടായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഭക്ഷണശാലയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണം നടത്തിയിട്ടുള്ളത്. അത് കൃത്യമായി ഞങ്ങളുടെ വോളണ്ടിയേഴ്സ് ഈ മൈക്ക് പോയിന്റിൽ കൂടി അനൗൺസ് ചെയ്യുകയും അതുവഴി അത് ഇവിടെ വന്നു ചേരുന്ന വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അതുപോലെ തന്നെ അവരെ പരിശീലിപ്പിച്ചവർ എല്ലാവരും ഈ ബസ്സുകൾ ട്രാൻസ്പോർട്ട് സൗകര്യം വിനിയോഗിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം, തുടക്കം മുതൽ തന്നെ റെയിൽവേ സ്റ്റേഷൻ എത്തുന്ന മുതൽ തന്നെ ട്രാൻസ്പോർട്ട് കമ്മിറ്റി പ്രവർത്തനങ്ങൾ ഇപ്പം അതിന്റെ തലേ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ അവിടെ കണ്ടിരുന്നു. ഇപ്പൊ ഏത് ദിവസം വരെയാണ് നമ്മൾ ഈ ട്രാൻസ്പോർട്ട് കമ്മിറ്റി പ്രവർത്തനങ്ങൾ? അവസാനത്തെ ദിവസവും ഇവിടുത്തെ ഏറ്റവും അവസാനത്തെ കുട്ടിയും കലോത്സവം കഴിഞ്ഞ് അവരുടെ നാട്ടിലേക്ക് എത്തുന്നത് വരെയുള്ള സമയം വരെ ഞങ്ങൾ ഈ ട്രാൻസ്പോർട്ട് കമ്മിറ്റിയുടെ പ്രവർത്തനം ഉണ്ടാവും. കലോത്സവം അവസാനിച്ചാലും ഇതിന്റെ പ്രവർത്തനം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. അവരെ നാട്ടിലെത്തിക്കുന്നവരെയുള്ള പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. എത്ര KSRTC ബസ്സുകൾ, എത്ര വാഹനങ്ങളൊക്കെയാണ് ആകെ ഉപയോഗിക്കുന്നത്? 75 സ്കൂൾ ബസ്സുകളും 10 ഇലക്ട്രിക് ബസ്സുകളുമാണ്, KSRTCയുടെ ഇലക്ട്രിക് ബസ്സുകളുമാണ് ഞങ്ങൾ വിന്യസിച്ചിട്ടുള്ളത്. അത് കൂടാതെ ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങളുമുണ്ട്, ചെറിയ വാഹനങ്ങളുമുണ്ട്. ഞങ്ങളുടെ ഈ കമ്മിറ്റിയെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ജോയിന്റ് ഡയറക്ടർ സാറാണ്, അബൂബക്കർ സാറാണ്. സാറും ഞങ്ങളോടൊപ്പം ഇപ്പൊ ചേർന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ പോകുന്നത്? ഇവര് ഭയങ്കര പ്രവർത്തനം നടത്തും. നമ്മൾ കാണാറുണ്ടല്ലോ, വേദിയിൽ നിന്നും എവിടേക്ക് കുട്ടികൾ എത്തിക്കുകയും തിരിച്ചങ്ങോട്ട് എത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ട്രാൻസ്പോർട്ട് കമ്മിറ്റിയുടെ പ്രവർത്തനമാണ്. മിനിഞ്ഞാന്ന് മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കൺവീനർ സൂചിപ്പിച്ചതുപോലെ തന്നെ 75ഓളം ബസ്സുകൾ KSRTCയുടെ ഉൾപ്പെടെ നമ്മൾ ഗതാഗതത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അക്കോമഡേഷൻ സെന്ററുകളിലേക്കും തിരിച്ച് ഭക്ഷണ ഹാളിലേക്കും അവിടെ നിന്ന് നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന വെന്യൂവിലേക്കും എല്ലാം തടസ്സം കൂടാതെ നമ്മൾ വാഹന ഗതാഗതം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പരമാവധി കുട്ടികൾ അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അടിപൊളിയായിട്ടാണ് ട്രാൻസ്പോർട്ട് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഉള്ളത് നമ്മുടെ KSRTC ഡിപ്പാർട്ട്മെന്റ് ഈ 4 ദിവസത്തേക്ക് നമ്മുടെ ഈ ഗാരേജും ഡിപ്പോയും താൽക്കാലികമായി അട്ടക്കുളങ്ങര ഭാഗത്തേക്ക് മാറ്റിക്കൊണ്ട് നമുക്ക് ഈ സൗകര്യം തുറന്നു തന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ മതിലിടിച്ച് ഫുഡിന് കുട്ടികൾക്ക് യാതൊരു വിഘാതവും വരാതെ പരവതാനി വിരിച്ച് കുട്ടികളെ മതിൽ പൊളിച്ച് തന്നെയാണ് അകത്തേക്ക് കയറ്റിവിട്ടിരിക്കുന്നത്. അത്രയ്ക്ക് ഒരു സഹകരണമാണ് KSRTCയും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി KV ഗണേഷ് കുമാറും നമ്മോട് ചെയ്യുന്നത്. ഞങ്ങളുടെ ചെയർമാനായ ആൻസൽ MLA ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ചാണ് നമുക്ക് ഈ സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അത്ര വളരെ വിജയകരമായ രീതിയിൽ നമ്മോടൊപ്പം NSS വോളണ്ടിയേഴ്സും BEd കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഇതിന്റെ പ്രധാന വിജയത്തിനുള്ള കാരണം. അങ്ങനെ കലോത്സവത്തിന്റെ ഇതാണ് നമ്മുടെ അനൗൺസ്മെന്റ് ചെയ്യുന്ന സ്ഥലം. കുട്ടികൾക്ക് ഏത് ബസ്സിൽ കയറി പോകണം, അല്ലെങ്കിൽ എങ്ങോട്ടാണ് പോകേണ്ടതൊക്കെ കൃത്യമായി തന്നെ ചോദിച്ചറിയാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടുത്തെ എങ്ങനെയാണ് നമ്പർ 75 തൈക്കാട് നിശാഗന്ധി ഓഡിറ്റോറിയം, വിമൻസ് കോളേജ്, ടാഗോ തിയേറ്റർ എന്നീ റൂട്ടിലേക്കാണ് പോകേണ്ടവർ ബസ് നമ്പർ 75ലേക്ക് കയറേണ്ടതാണ്.
ഇങ്ങോട്ട് വരാറുണ്ട്. ഇവിടെയാണ് വരുന്നത്, മൈക്കോയിലാണ് വരുന്നത്. ഇവിടെ നിന്നാണ് ഞങ്ങൾ റൂട്ട് അറേഞ്ച് ചെയ്ത് വിടുന്നത്. ഓരോ സ്ഥലത്തേക്കും എല്ലാ വേദിയിലേക്കും വിടുന്നുണ്ട്. 25ഓളം വേദിയുണ്ട്. എല്ലാ വേദിയിലേക്കും ഞങ്ങൾ ഇവിടെ നിന്ന് റൂട്ട് ചാർട്ട് ചെയ്ത് വിടും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.